പരിപാവനമായിട്ടുള്ള പടിപൂജ നടക്കുന്ന 18-ാം പടി, അത് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് 23 പോലീസുകാർ ഉപയോഗിച്ചു എന്ന് പറയുന്നത് ഭക്തജനങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം യാതൊരു പുല്ല് വില ഇത്രയും ആളുകൾ ഭക്ത കോടി എത്തുന്ന ശബരിമല അയ്യപ്പ സന്നദ്ധിയെ വെറും ഫോട്ടോഷൂട്ടിനും ആചാര ലംഘനത്തിനും വേണ്ടിയിട്ട് ഈ പോലീസുകാർ ഉപയോഗിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് നേരെ നടപടി വന്നിട്ടുണ്ട്. തീർച്ചയായും 23 പോലീസുകാർക്കെതിരെ ശക്തമായ നടപടിയാണ് അയ്യപ്പൻ കൊടുത്തിരിക്കുന്നത് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെന്നു ആ നടപടി. അയ്യപ്പ കോപം. അതെ അതെ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവർ കഴിഞ്ഞ ദിവസം ഈ 23 പോലീസുകാർ ഈ 18-ാം പടിയിൽ ഇങ്ങനെ നിരന്ന് നിന്ന്, അതായത് അയ്യപ്പൻ്റെ വിഗ്രഹം ഇരിക്കുന്നതിന് പുറംതിരിഞ്ഞ് നിന്നുകൊണ്ട് ഇവർ ഫോട്ടോഷൂട്ട് എടുത്തു. എന്നിട്ട് ഈ മണ്ടന്മാരെന്ത് ചെയ്തു, ഇത് അവർ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് പ്രചരിപ്പിച്ചു. കേരള പോലീസിൻ്റെ FB പേജുണ്ട്, ഇതെല്ലാം ഇട്ട് വ്യാപകമായിട്ട് ഇത് പ്രചരിപ്പിച്ചു. ഈ കാണുന്ന അയ്യപ്പ ഭക്തർക്ക് ഇത് കാണുമ്പോൾ ദുഃഖമുണ്ടാകില്ലേ? നമ്മൾ ഓരോരുത്തരും ആ പടി തൊട്ട് മുമ്പേ പോയ അയ്യപ്പൻ ചവിട്ടിക്കൊണ്ട് പോയ പടിയാണെന്നല്ല അവർ ധരിക്കുന്നത്. വളരെ പരിപാവനമായ നമ്മുടെ പാവങ്ങളെ കഴുകിക്കളഞ്ഞ് പുണ്യം നൽകുന്നത് എന്ന് ഭക്തർ വിശ്വസിക്കുന്ന, അതിൻ്റെ ലോജിക്കൊക്കെ വേറെ, പക്ഷെ ഭക്തർ അങ്ങനെ വിശ്വസിക്കുന്ന ആ എന്താ പറയുക, അയ്യപ്പൻ്റെ അംഗങ്ങളിൽ ഒന്നാണ്. നമ്മൾ ക്ഷേത്രസങ്കല്പം അങ്ങനെയാണ്. ആ വിഗ്രഹത്തിലെ ചൈതന്യം ഏതൊന്നാണോ ആ ചൈതന്യത്തിൻ്റെ അംഗങ്ങളാണ് ആ ക്ഷേത്ര പരിസരം മുഴുവനും. ശരീര അവയവങ്ങൾ പോലെ തന്നെ അവയവങ്ങളാണ് കൊടിമരം, ഇതുപോലെ ശ്രീകോവിൽ, തിടപ്പള്ളി, പിന്നെ ഗർഭഗൃഹം ഒക്കെ. ആ വിഗ്രഹത്തിന് എത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നു, വിഗ്രഹത്തിലെ ചൈതന്യത്തെ നമ്മൾ എങ്ങനെയാണ് ഭക്തി പുരസ്സരം ആരാധിക്കുന്നത്, അതുപോലെയാണ് ആ ക്ഷേത്ര പരിസരം മുഴുവനും. ഭക്തരെങ്ങനെയാണ് അതിനെ കാണുന്നത്, അത് ചോദ്യം ചെയ്യാനൊന്നും നമുക്ക് അവകാശമൊന്നുമില്ല. നമുക്കത് അവരെ വെല്ലുവിളിക്കാനൊന്നും നമുക്ക് ആർക്കും അധികാരമില്ല. ഒരു പോലീസുകാരനും അധികാരമില്ല. ഒരു എന്താ പറയുക, നിയമപാലകനും അതിനുള്ള റൈറ്റില്ല, അധികാരമില്ല. ഇവിടെ തീർച്ചയായിട്ടും നമ്മുടെ അയ്യപ്പ ഭക്തൻ കൂടിയായ ADGP ശ്രീജിത്താണ് കൃത്യമായിട്ട് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 23 പേരെയും നല്ല നടപ്പിനായിട്ട് 4 ദിവസത്തേക്ക് കണ്ണൂർ ക്യാമ്പിൽ, അതായത് KAPയുടെ ക്യാമ്പിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. 4 ദിവസത്തെ അവിടെ പോയി കർശനമായ ഗ്രൗണ്ട് എക്സസൈസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവിടെ അവർക്ക് നേരിടേണ്ടി വരും. അതവർ ചെയ്യേണ്ടി വരും. കർശനമായ നടപടി പോലീസിൻ്റെ ഉന്നത തലങ്ങളിൽ നിന്ന് വന്നു. അക്കാര്യം അത് ശരിയാണ്. പോലീസ് ഉടനടി നടപടിയെടുത്തു, സർക്കാർ ഇടപെട്ടു, ഒക്കെ കൊള്ളാം. പക്ഷേ പോലീസുകാർക്ക് വിവരം വേണം എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം. ഈ കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ എന്താ പറയുക, ഈ കൊച്ചുകുട്ടികൾ കളിപ്പാട്ടം വെച്ച് കളിക്കുന്നത് പോലെ കളിക്കാനുള്ളതല്ല ശബരിമല അയ്യപ്പൻ എന്ന തിരിച്ചറിവ് പോലീസുകാർക്ക് വേണം എന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ഇനി ഇതിൻ്റെ മറുവശമുണ്ട്. കോടതി ഇതിനകത്ത് ഇടപെട്ടു, ഹൈക്കോടതി ഇടപെട്ടു. എന്നാൽ ശബരിമലയിൽ എന്ത് സംഭവം നടന്നാലും ഹൈക്കോടതി വളരെ സൂക്ഷ്മമായിട്ടത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ദേവസ്വം ബെഞ്ചൊക്കെ ഇപ്പോൾ കോടതിയിലുണ്ടല്ലോ. ശബരിമലയുടെ കാര്യത്തിലും ഗുരുവായൂരിൻ്റെ കാര്യത്തിലും ഒക്കെ വളരെ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരും ഇത് മനസ്സിലാക്കണം. കോടതി എന്താ പറയുന്നത്, ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഫോട്ടോഷൂട്ട് നടത്തണമെങ്കിൽ നിങ്ങൾ മലമ്പുഴ ഡാമിലോ നെയ്യാർ ഡാമിലോ അല്ലെങ്കിൽ വല്ല കടൽ തീരത്തോ ഒക്കെ പോകും. ഇത് ഭക്തർ അങ്ങേറ്റം 41 ദിവസത്തെ വ്രതമെടുത്ത് തത്വമസി എന്ന് ഉറപ്പിച്ചുകൊണ്ട്, എൻ്റെ ഉള്ളിലും സ്വാമി അവിടെയും സ്വാമി, പരസ്പരം സ്വാമി എന്നാണ് വിളിക്കുന്നത്. അല്ലാതെ പേര് പറഞ്ഞല്ല വിളിക്കുന്നത്. മാലയിട്ട് കഴിഞ്ഞാൽ ഈ പേരിനോടൊപ്പം വേണേൽ സ്വാമി ചേർക്കും. കൃഷ്ണസ്വാമി, രാമസ്വാമി എന്നൊക്കെ പറഞ്ഞാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് പോലും. അങ്ങനെ ജാതി മതങ്ങൾക്ക് അതീതമായിട്ട് എല്ലാവരും വരുന്ന, പ്രാർത്ഥനയ്ക്ക് എത്തുന്ന, ആരാധനയ്ക്ക് എത്തുന്ന ഒരു സ്ഥലമാണ് ശബരിമല. അതിൻ്റെ പവിത്രത നമ്മൾ കളഞ്ഞു കുളിക്കാൻ പാടില്ല. നിസ്സാര കാര്യങ്ങൾ നടപ്പാക്കിയും ചെയ്തും ഒക്കെ അതിനെ നമ്മൾ ഒരു കുട്ടിക്കളിയാക്കരുത്. കോടതി വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കർശനമായ നടപടി വേണം എന്ന് കോടതി വ്യക്തമായിട്ട് പറയുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം കോടതി പ്രശംസിച്ചു. അവിടെ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്.
പക്ഷെ അത് മുഴുവനും ഇപ്പോൾ ഇതാ എന്താ പറയണ്ടേ, തോട്ടിൽ കളഞ്ഞതുപോലെ ആയില്ലേ അല്ലേ? ഇത്രയും ജനം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഗൗതം പറഞ്ഞതുപോലെ കോടിക്കണക്കിന് ഭക്തരാണ് ഒരു മണ്ഡലക്കാലത്ത് വന്നു പോകുന്നത്. അവരുടെ സുരക്ഷ, അവരുടെ എന്താ പറയുക, സ്വസ്ഥമായി സമാധാനത്തോടെ വന്ന് അയ്യപ്പനെ ദർശിച്ച് ഒരു നോക്ക് കണ്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ വരുന്നവരാണ്. അത് സമർത്ഥമായി ഒരു പിഴവും കൂടാതെ നിർവഹിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതിനെ കോടതി അങ്ങേയറ്റം പ്രശംസിക്കുന്നു. പക്ഷേ ഈ കാണിച്ചത് ഒരിക്കലും അനുവദിക്കാനാവില്ല. നോക്കൂ, ഇത്രയേറെ, അതായത് നേരം വെളുക്കുന്നത് വരെ വെള്ളം കോരി, നേരം വെളുത്തപ്പോൾ കുടം കൊണ്ട് പടിക്കലിട്ട് ഉടച്ചു എന്ന് പറയുന്നത് പോലെയാണ് ഏറ്റവും അവസാനം ഒരു തെറ്റ്, ഒരു ചിന്തിക്കാതെയുള്ള പ്രവൃത്തി. ഈ ശബരിമല എന്താ പറയേണ്ട 18-ാം പടി നോക്കണം, 18 മലകൾ അയ്യപ്പൻ്റെ പൂങ്കാവനത്തിലുണ്ടെന്നാണ് സങ്കല്പം. ആ 18 മലകളെയും പ്രതിനിധീകരിച്ച് 18 പടികളുണ്ടെന്നാണ് സങ്കല്പം. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സങ്കല്പത്തെയാണ് ഇത്ര നികൃഷ്ടമായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയണ്ടത്, വെറും കുട്ടിക്കളി പോലെ അങ്ങനെ അങ്ങ്. ഇത് സെൽഫി എടുക്കാനുള്ള സ്ഥലമാണോ, ഫോട്ടോഷൂട്ട് നടത്താനുള്ള സ്ഥലമാണോ? അല്ലല്ലോ. ഇനി കോടതി പുതിയൊരു കാര്യം കൂടി ദേവസ്വം ബെഞ്ച് പറയുന്നുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വീഡിയോ ചിത്രീകരണം സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസർ റിപ്പോർട്ട് കൊടുക്കണം. കോടതിക്ക് റിപ്പോർട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ കൊടുക്കണം. ഇനി അവിടെ മറ്റു പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. തീർത്ഥാടകരിൽ നിന്ന് ഭക്ഷണത്തിന് കൂടുതൽ പണം വാങ്ങിയത്, ഇതെല്ലാം കോടതി പരിശോധിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കടകൾക്കെതിരെ നടപടി വേണമെന്നൊക്കെ കോടതി വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. കോടതി ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോടതി വളരെ എന്താ പറയുക രൂക്ഷമായിട്ട് ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ മറ്റു വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥന്മാരെ കണക്കിന് കൊടുത്തിട്ടുണ്ട്. അത് തിരക്ക് നിയന്ത്രണ വിധേയമാണെന്ന് ദേവസ്വം ബോർഡ് ഇപ്പം ഹൈക്കോടതിയെ അറിയിച്ചു. ഹൈക്കോടതി ചോദിച്ചു, അവിടെ എങ്ങനെയുണ്ട്, തിരക്ക് എങ്ങനെയുണ്ട്, കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇല്ലെങ്കിൽ അതിന് നടപടി ഉടനെ മാറ്റി എടുക്കണം. ഇതെല്ലാം കോടതി പറയുകയാണ്. കോടതി എത്ര ശ്രദ്ധയോടെയാണ് കോടതി ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത്. വളരെ നമുക്ക് സത്യം പറഞ്ഞാൽ കോടതിയുടെ നിലപാടിനോട് നമ്മൾ കൈയെടുത്ത് കുമ്പിടാൻ തോന്നുന്നുണ്ട്. കേരള ഹൈക്കോടതിയുടെ ശബരിമല വിഷയത്തിലുള്ള ശ്രദ്ധ കാണുമ്പോൾ വളരെ നല്ല കാര്യമാണ്. ഇടയ്ക്ക് എന്തോ ചോദിക്കാൻ പറ്റില്ല. അതായത് ഇതിൽ 23 പോലീസുകാരുണ്ടായിരുന്നു. ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് പങ്കുവെക്കുമ്പം, കാരണം നാടിപ്പോൾ അത്രയും വിജിലൻ്റ് ആണ്, ഇത്രയും വളരെ സെൻസിറ്റീവാണ് ഈ ഭക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളിൽ. ശബരിമല പ്രക്ഷോഭങ്ങളൊക്കെ വലിയ രീതിയിൽ ഉണ്ടായിരുന്നൊരു നാടാണ്. അപ്പോൾ ശബരിമല എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്കിടയിൽ ഒരു വലിയ വികാരമായിട്ട് രൂപപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇത്തരം പ്രവർത്തികൾ, അതും ഇവർ എടുത്തിട്ട് അത് ഫോണിൽ ഇവർക്ക് വെക്കാൻ, അവനവന്റെ ഫോണിൽ വെച്ചാലും മതി. എന്തിനാണ് മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ട് വെറുതെ നാട്ടുകാരുടെ ആട്ടും കൂടി ഇപ്പൊ ഇവര് ഏറ്റുവാങ്ങിയിരിക്കുന്ന നടപടിയും. അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ കൃത്യമായിട്ടുള്ള വീഴ്ച തന്നെയാണ് ഇത് എന്നുള്ളത് തീർച്ചയായിട്ടും യാതൊരു തർക്കമില്ല. കാരണം ഈ പടി എന്ന് പറയുന്നത് വളരെ അമൂല്യമായിട്ടുള്ള ഒരു പടിയാണ്. 18-ാം പടി കയറിയിട്ടാണ് വലിയ സങ്കല്പമാണ് സന്നിധിയിൽ എത്തുന്നത്. ഈ അവിടുത്തെ മേൽശാന്തിമാരും അത്തരം ആളുകളൊക്കെ ഇതുവഴി ഇറങ്ങുന്നത് പോലും അതായത് ഫ്രണ്ട് ഫേസ് ചെയ്യാതെ ബാക്കായിട്ടാണ് ഇവർ ഇറങ്ങുക. പ്രത്യേകിച്ചും പടിപൂജ എന്നൊരു ചടങ്ങുണ്ട് ശബരിമലയിൽ. ഈ പടിപൂജ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പടിപൂജയ്ക്കായിട്ട് ഈ തന്ത്രിയും മേൽശാന്തിയൊക്കെ ഇറങ്ങി വരുന്നത് പോലും അയ്യപ്പനെ നോക്കിക്കൊണ്ട് പുറംതിരിഞ്ഞ്, അതായത് അവരുടെ പുറകുവശം അയ്യപ്പനെ കാണിക്കാത്ത വിധത്തിൽ അവരുടെ മുൻവശം കാണിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. ഇറങ്ങി താഴെ വന്നിട്ടാണ് ഈ പൂജകളൊക്കെ ചെയ്യുന്നത്. പൂജകളെല്ലാം ചെയ്ത് അതെല്ലാം സമർപ്പിച്ച് ആ പടിപൂജയുടെ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ദൃശ്യങ്ങളൊക്കെ ദേവസ്വം ബോർഡ് തന്നെ പുറത്തു വിട്ടിട്ടുണ്ട് ആ പടിപൂജ നടക്കുന്നതിൻ്റെ. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഈ കണക്കിന് പോയാൽ കോടതി അതിനകത്ത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് അവസാനിപ്പിക്കും. ഇനി ആരും ഇവിടെ ഫോട്ടോ എടുക്കണ്ട, ആരും വീഡിയോ എടുക്കണ്ട എന്നൊരു നിലപാട് കോടതി എടുക്കുമെന്നാണ് ഞാൻ സംശയിക്കുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ 18-ാം പടി കയറുമ്പം അവിടെ ഒരുപാട് പോലീസുകാർ നിൽക്കാറുണ്ട്. കാരണം ആളുകളെ കൈപിടിച്ച് ഈ തിരക്കിനിടയിൽ അവിടെ ഉണ്ടാവും. അപ്പം അതിന്റെയൊക്കെ ഭാഗമായിട്ട് അവർ എടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ആളുകളെ അവിടെ കൈപിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ്. അല്ലെങ്കിൽ പലരും വീണുപോകും. കാരണം അത്രയും തിരക്കാണല്ലോ. അപ്പോൾ അത് മാത്രമല്ല, പ്രായമായ ആൾക്കാർ വരും, ചിലപ്പോൾ കാലിന് എന്തെങ്കിലും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വരും, ഇതൊക്കെ വരും. അവരെല്ലാവരും ഈ പോലീസ് ചുമന്നാണ് മേളിലേക്ക് എത്തിക്കുന്നത് ഈ 18-ാം പടിയിലൂടെ. അപ്പോൾ പോലീസിന്റെ പ്രവർത്തനത്തെ കോടതി വളരെയധികം പ്രശംസിച്ചിട്ടുണ്ട്.
പക്ഷേ ഈ കാണിച്ചത് ഒരു അന്തവും കുന്തവും ഇല്ലാത്ത പ്രവൃത്തിയായിപ്പോയി. കാരണം അതിൽ കുറെ പേര് ഇരിക്കുന്നതൊക്കെ കണ്ടില്ലേ, ഒരു അതിന്റെ സൈഡിൽ വളരെ വളരെ അതായത് നിരുത്തരവാദപരമായിട്ട് ഫോട്ടോഷൂട്ടിന് എന്നുള്ള നിലയ്ക്ക് സിനിമാ ഷൂട്ടിംഗ് അല്ലല്ലോ അവിടെ നടക്കുന്നത്. അത് വളരെ തെറ്റായിപ്പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും പോലീസിന് ഈ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ഉണ്ടാകട്ടെ, ബോധം ഉണ്ടാകട്ടെ. ഈ കാര്യത്തിൽ മറ്റേതെങ്കിലും മതവിശ്വാസികളുടെ മത ആരാധനാ കേന്ദ്രങ്ങളിലാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ? അയ്യോ, അത് വലിയ വലിയ വിഷയങ്ങളുണ്ടാക്കും. കേരളത്തിൽ അത് ആളിപ്പടരാൻ ഒട്ടും സമയം വേണ്ട, ചെറിയൊരു തീപ്പൊരി മതി. എന്തായാലും പോലീസിന് ഈ കാര്യത്തിൽ പോലീസിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശ്ലാഘിക്കുന്നു, അവരുടെ നന്മ കാണുന്നു. പക്ഷേ ഈ കാണിച്ചത് അബദ്ധമായി പോയി. അത് തിരുത്തിയത് വളരെ നന്നായി. ഒരു ചെറിയ ശിക്ഷാ നടപടിയും അതിൽ വന്നിരിക്കുന്നു. എന്തായാലും അത് കോടതിയുടെ കൂടെ ഇടപെടൽ വന്നിരിക്കുന്നു. ശബരിമലയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല. സ്വാമി ശരണം.